തൃശൂർ മണ്ഡലത്തിലെ വോട്ടെടുപ്പിൽ അട്ടിമറി നടന്നു. സുരേഷ് ഗോപിയുടെ ജയം അട്ടിമറിയിലൂടെയാണെന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? വോട്ടെടുപ്പിന് മുൻപ് തന്നെ ഇങ്ങനെ ഓരോ ആരോപണം ഉയർന്ന മണ്ഡലമാണ് തൃശൂർ. എന്നിട്ടും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പരാതി കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? എതിർ സ്ഥാനാർത്ഥികൾ ആരും തന്നെ ഹൈക്കോടതിയിൽ പോകാത്തതും എന്തുകൊണ്ടാണ്? ഇപ്പോ പരാതി പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ ഖേൽക്കർ പറയുന്നത്. അത് കേട്ടിരിക്കാനല്ലാതെ ഇനി മറ്റെന്തെങ്കിലും സാധിക്കുമോ? തൃശൂർ ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് ഇങ്ങനെ അനേകമായിരം ചോദ്യങ്ങളുണ്ട്. അവിടെ സുരേഷ് ഗോപി ജയിച്ചു കയറി. പൂരം കലക്കൽ മുതൽ അനേകം ആരോപണങ്ങളുണ്ടായി. സുരേഷ് ഗോപിക്ക് തിളങ്ങാൻ സാധ്യതയുള്ള നിരവധി സംഭവങ്ങൾ അരങ്ങേറി. കരിവന്നൂർ ബാങ്ക് കേസിലൊക്കെ മണ്ഡലം മുഴുവൻ യാത്ര നടത്തി. പ്രധാനമന്ത്രി പങ്കെടുത്ത് വനിതകളെ ആദരിക്കുന്നത് മുതൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം വരെ വലിയ ഇവന്റുകളായി നടന്നു. സഭ സുരേഷ് ഗോപിക്കൊപ്പമാണെന്ന് ധ്വനിപ്പിച്ച് നിരവധി കൂടിക്കാഴ്ചകൾ നടന്നു. ഇതിന്റെയൊക്കെയും അനന്തരഫലമാണ് സുരേഷ് ഗോപിയുടെ ജയം എന്നായിരുന്നു എല്ലാ രാഷ്ട്രീയ വിശകലനങ്ങളും വന്നു നിന്നത്. തൃശൂർ മണ്ഡലത്തെക്കുറിച്ച് ഇപ്പോഴുയരുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി എന്താണ്? സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു. തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വോട്ടിരട്ടിച്ചോ? ഒരു കാര്യം ആദ്യം തന്നെ സുവ്യക്തമായി പറയാം. സുരേഷ് ഗോപിയുടെ വിജയം ഒരു പൊതു ട്രെൻഡ് ആയിരുന്നില്ല. എല്ലാ മണ്ഡലങ്ങളിലും ചില ബൂത്തുകൾ കേന്ദ്രീകരിച്ചുണ്ടായ വലിയ വോട്ട് വ്യത്യാസമാണ് ആ വിജയത്തിന് വഴിയൊരുക്കിയത്. സാധാരണ വോട്ടെടുപ്പുകളിൽ ഓരോ മുന്നണിക്കും മേൽക്കൈയുള്ള ബൂത്തുകൾ ഉണ്ടാകും. ആ ബൂത്തുകളിൽ മുന്നണി സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലെത്തും. അങ്ങനെയുള്ള ട്രെൻഡ് എല്ലാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്നതാണ്. 30 വർഷമെങ്കിലുമായി ആ ട്രെൻഡ് അങ്ങനെ തന്നെയാകും. എന്നാൽ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായി. 2019 നാമമാത്ര വോട്ട് കിട്ടിയ ബൂത്തുകളിൽ ചിലതിൽ വലിയ മുന്നേറ്റമുണ്ടായി. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥിയേക്കാൾ 3 മടങ്ങ് വോട്ടൊക്കെ സുരേഷ് ഗോപിക്ക് കിട്ടി. തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ 44-ാം നമ്പർ ബൂത്തിൽ 2019 സുരേഷ് ഗോപിക്ക് 47 വോട്ടാണ് കിട്ടിയത്. അവിടെ ഇക്കുറി 324 വോട്ട്. 2019 TN പ്രതാപന് 818 വോട്ട് കിട്ടിയ ആ ബൂത്തിൽ 2024 കെ മുരളീധരന് കിട്ടിയത് വെറും 161 വോട്ട്. 80-ാം നമ്പർ ബൂത്തിൽ സുരേഷ് ഗോപിക്ക് 2019 42 വോട്ടാണെങ്കിൽ അവിടെ TN പ്രതാപന് 512 വോട്ടായിരുന്നു. പക്ഷേ ഇത്തവണ അതേ ബൂത്തിൽ സുരേഷ് ഗോപിക്ക് 358 വോട്ടും കെ മുരളീധരന് കിട്ടിയത് 230 വോട്ടും മാത്രമാണ്. 47 വോട്ട് 324ആയും 42 വോട്ട് 358ആയും മാറി മറിഞ്ഞതുപോലുള്ള തലകീഴ് മറിച്ചിൽ ഇതുപോലെ ചില ബൂത്തുകൾ കേന്ദ്രീകരിച്ചാണ് ഉണ്ടായത്. ആ പ്രതിഭാസത്തെ കോൺഗ്രസ് വോട്ടുകൾ ഒന്നായി സുരേഷ് ഗോപിക്ക് മറിഞ്ഞു എന്നാണ് ഇതുവരെ ഉണ്ടായിരുന്ന വിലയിരുത്തൽ. ചില ബൂത്തുകൾ കേന്ദ്രീകരിച്ച് നടന്ന അട്ടിമറിയാണോ എന്ന സംശയമാണ് ഇപ്പോ സുനിൽകുമാറൊക്കെ ഉന്നയിക്കുന്നത്. തൃശൂർ നഗരത്തിൽ പോളിംഗ് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ ബഹളമുണ്ടായി. ബൂത്ത് ഏജന്റുമാർക്ക് ഒരു പരിചയവുമില്ലാത്തവർ വോട്ട് ചെയ്യാൻ എത്തിയപ്പോഴായിരുന്നു അത്. അടഞ്ഞുകിടന്ന ഫ്ളാറ്റുകളുടെയും വീടുകളുടെയും വിലാസത്തിലായിരുന്നു വോട്ടർമാർ എത്തിയത്. അവരിൽ പലരും ചേലക്കരയും പട്ടാമ്പിയും ഒക്കെ സ്ഥിരതാമസക്കാരാണെന്നും ആരോപണം ഉയർന്നു. പോളിംഗ് അല്പനേരത്തേക്ക് നിർത്തിവെച്ചു. എന്നാൽ തൃശൂർ മണ്ഡലത്തിലേക്ക് താമസം മാറ്റിയെന്നും അങ്ങനെയാണ് വോട്ട് ഇവിടെയായതെന്നും അവർ വാദിച്ചു. അത് ബൂത്ത് തല ഓഫീസർമാർ അംഗീകരിക്കുകയും ചെയ്തു. അവർ വോട്ട് ചെയ്ത് മടങ്ങുകയും ചെയ്തു. ഏതായാലും സുരേഷ് ഗോപിക്ക് അനുകൂലമായി തൃശൂർ മണ്ഡലം മുഴുവൻ ഒരു വികാരമുണ്ടായിരുന്നില്ല. ഗുരുവായൂർ നിയമസഭാ മണ്ഡലം എടുക്കാം. അവിടെ സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ 3-ാം സ്ഥാനത്തായിരുന്നു. അവിടെ ഒന്നാമതായത് ഫലം വന്നപ്പോൾ 3-ാം സ്ഥാനത്തുള്ള കെ മുരളീധരനായിരുന്നു. ഗുരുവായൂരിൽ കെ മുരളീധരന് 57,925 വോട്ട്, VS സുനിൽകുമാറിന് 50,519 വോട്ട്, സുരേഷ് ഗോപിക്ക് 45,049 വോട്ട്. ഗുരുവായൂർ അസംബ്ലി മണ്ഡലത്തിൽ സുരേഷ് ഗോപി കെ മുരളീധരനേക്കാൾ 12,000-ലധികം വോട്ടുകൾക്ക് പിന്നിലായിരുന്നു. അവിടെ ഒന്നാമതെത്തിയത് VS സുനിൽകുമാറുമായിരുന്നില്ല. മൊത്തം വോട്ടിൽ ഏറെ പിന്നാക്കം പോയ കെ മുരളീധരനായിരുന്നു. അന്നും ഇന്നും ഗുരുവായൂരിലെ വോട്ടിങ്ങിനെ കുറിച്ച് ആരും പരാതി ഉയർത്തിയിരുന്നില്ല. എന്നാൽ CPI-യുടെയും CPIM-ന്റെയും കുത്തക മണ്ഡലങ്ങളിലാണ് സുരേഷ് ഗോപി ബഹുദൂരം മുന്നിലെത്തിയത്. 1996 ലോക്സഭാ തിരഞ്ഞെടുപ്പ്. അന്ന് തൃശൂരിൽ സാക്ഷാൽ കെ കരുണാകരനായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. കെ കരുണാകരൻ CPI-യിലെ VV രാഘവനോട് തോറ്റു. തോൽവിയാകട്ടെ വെറും 1480 വോട്ടിനും. ഫലം വരുമ്പോൾ കൊച്ചി പനമ്പള്ളി നഗറിലെ പത്മജയുടെ വീട്ടിലായിരുന്നു കരുണാകരൻ.
മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരായുമ്പോൾ ആ നിമിഷം തന്നെ ഒരു ഫോൺ വന്നു. അതുവരെ ഭരണത്തിലുണ്ടായിരുന്ന നരസിംഹറാവു സർക്കാരിലെ കൃഷിമന്ത്രിയായിരുന്ന ബൽറാം ഠക്കർ ആയിരുന്നു വിളിച്ചത്. ദ ബാങ്ക് പീപ്പിൾ ഡിഫീറ്റഡ് മീ എന്നായിരുന്നു കരുണാകരന്റെ ആദ്യ വാചകം. കാത്തലിക് സിറിയൻ ബാങ്ക് പ്രതിസന്ധിയിലായ കാലമായിരുന്നു അത്. ആ ബാങ്കിനെ രക്ഷിക്കാൻ സഭ ഒന്നടങ്കം കേന്ദ്ര സർക്കാരിൽ സഹായം തേടിയിരുന്നു. അത് നടന്നില്ല. അതിനാൽ സഭ ഒന്നടങ്കം കെ കരുണാകരനെതിരായി അങ്ങനെ തോറ്റു. ഇതായിരുന്നു ബാങ്ക് പീപ്പിൾ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം. അത് ശരിക്കും ക്രൈസ്തവ സഭയെ തന്നെയായിരുന്നു കെ കരുണാകരൻ ഉദ്ദേശിച്ചത്. തൃശൂരിൽ മകൻ കെ മുരളീധരൻ മൂന്നാമതായപ്പോഴും സാഹചര്യം വേറെയാണെങ്കിലും വിലയിരുത്തൽ അതുതന്നെയായിരുന്നു. ക്രൈസ്തവ വിശ്വാസികൾ സുരേഷ് ഗോപിക്കായി വോട്ട് ചെയ്തു. അങ്ങനെ കെ മുരളീധരൻ മൂന്നാമതായി. പരമ്പരാഗതമായി കോൺഗ്രസിന് കിട്ടിയിരുന്ന വോട്ടുകളാണ് ഒന്നാകെ ഒലിച്ചു പോയത്. പക്ഷേ തൃശൂരിൽ ഇത് യാഥാർത്ഥ്യമാണെങ്കിലും അതുമാത്രമാണ് കാരണമെന്ന് പറയാൻ കഴിയില്ല. ക്രൈസ്തവ വോട്ടുകൾ കാര്യമായി ഇല്ലാത്ത ചില ബൂത്തുകളിൽ പോലും സുരേഷ് ഗോപി ഒന്നാമതെത്തി. അതും BJPക്കോ RSSനോ സ്വാധീനമില്ലാത്ത ബൂത്തുകളിൽ. അവിടെ ആ ബൂത്തുകളിൽ ആദ്യമായി വോട്ട് ചെയ്ത നിരവധി പേരുണ്ടായിരുന്നു എന്നാണ് ആരോപണം. സുരേഷ് ഗോപിയുടെ വിജയത്തിന് മുൻപ് തന്നെ CPI പരാതി നൽകിയിരുന്നു. തൃശൂരും പരിസരത്തും താമസമില്ലാത്ത ആയിരങ്ങൾക്ക് തൃശൂർ മണ്ഡലത്തിൽ വോട്ടുണ്ട് എന്നായിരുന്നു ആ പരാതി. എന്നാൽ അവ സ്ഥാപിക്കാനോ അതിന് പിന്നാലെ പോകാനോ ആർക്കും കഴിഞ്ഞില്ല. ബൂത്തിനെ കുറിച്ച് ധാരണയുള്ള ഏജന്റുമാരുടെ കുറവായിരുന്നു അത്തരമൊരു സ്ഥിതിക്കുള്ള കാരണം. പണ്ടൊക്കെ ഈ ഓരോ വീട്ടിലും ഓരോ വോട്ടറെയും ബൂത്ത് ഏജന്റുമാർക്ക് അറിയാമെങ്കിൽ ഇപ്പോ ആ സ്ഥിതി ഇല്ല. ഫ്ളാറ്റുകളിലൊക്കെ താമസിക്കുന്നവരെ ഒരിക്കൽ പോലും കാണാത്ത ഏജന്റുമാരാണ് തിരഞ്ഞെടുപ്പിനെത്തുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ചാലഞ്ചുകളിലൊന്നും കാര്യമായി ഉണ്ടാക്കാൻ പറ്റില്ല. ഗുരുവായൂരിൽ ഒന്നാമതെത്തിയ കെ മുരളീധരൻ ഇരിഞ്ഞാലക്കുടയിൽ രണ്ടാം സ്ഥാനത്തും എത്തിയിരുന്നു. അവിടെ സുനിൽകുമാർ മൂന്നാമതെത്തിയതിന് കാരണം ബാങ്ക് കേസാണെന്നാണ് വിലയിരുത്തലുണ്ടായത്. ഇരിഞ്ഞാലക്കുടയിൽ സുരേഷ് ഗോപി 59,515 വോട്ട് നേടിയതിന്റെ അമ്പരപ്പ് ഇരു മുന്നണികൾക്കും ഇതുവരെയും മാറിയിട്ടില്ല. അതുപോലെ പുതുക്കാടും. അവിടെ സുരേഷ് ഗോപിക്ക് ലഭിച്ചത് 62,635 വോട്ടാണ്. CPIMന്റെ ആ സ്ഥിരം മണ്ഡലത്തിൽ VS സുനിൽകുമാറിന് കിട്ടിയതാവട്ടെ 49,913 വോട്ട് മാത്രവും. 12,000 വോട്ടിന്റെ ലീഡാണ് സുരേഷ് ഗോപിക്കുണ്ടായത്. ഇതൊക്കെ അട്ടിമറിയാണെന്ന് തെളിയിക്കാമെങ്കിൽ നിസാരമായ ആരോപണങ്ങൾ മതിയാകില്ല. കുറഞ്ഞത് 15,000 കള്ള വോട്ടെങ്കിലും സ്ഥാപിക്കാൻ കഴിയണം. ഒരു പുകമറയ്ക്കപ്പുറം എന്തെങ്കിലും ഉണ്ടെന്ന് തെളിയിക്കാൻ അത്യധ്വാനം തന്നെ വേണ്ടിവരും. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി വീണ്ടും നാളെ ഇതേ സമയം.